To view this video in English, please click the link given above. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമുക്കിന്ന് മെൻസ്ട്രൽ സൈക്കിൾ അഥവാ ആർത്തവ ചക്രം പഠിക്കാം. മെൻസ്ട്രൽ സൈക്കിൾ നടക്കുന്നത് പ്രൈമേറ്റ്സിലാണ്, അതായത് മങ്കി ഫാമിലി അല്ലേ. പ്രൈമേറ്റ്സിൽ പ്ലസന്റൽ മാമൽസിൽ തന്നെ പ്രൈമേറ്റ്സിലാണ് നടക്കുന്നത്. മറ്റ് പ്ലസന്റൽ മാമൽസിൽ ഇത് ഈസ്ട്രസ് സൈക്കിളാണ് സംഭവിക്കുന്നത്. ഇനി മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പ്യൂബർട്ടി സ്റ്റേജിലാണ്. 10 മുതൽ 13 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ആദ്യത്തെ മെൻസ്ട്രൽ സൈക്കിളിനെ നമ്മൾ പറയുന്ന പേര് മെനാർക്ക് എന്നാണ്. ഇത് ഒരു 50 വയസ്സ് വരെ നീണ്ടുപോകും. ചിലപ്പോൾ 50 ആകണമെന്നില്ല, അതിന് മുമ്പും ചിലപ്പോൾ അതിന് ശേഷവും തുടരാം. പക്ഷേ അത് കഴിയുമ്പോഴേക്കും സൗകര്യം അങ്ങ് നിന്ന് പോവുകയാണ് പതിവ്. ആ ഒരു സ്റ്റേജിനെ പറയുന്ന പേരാണ് മെനോപോസ്. അപ്പോൾ പ്യൂബർട്ടിയിലും മെനാർക്കിലൂടെ അത് സ്റ്റാർട്ട് ചെയ്ത് വാർദ്ധക്യത്തിൽ മെനോപോസിലൂടെ അതങ്ങ് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി മെൻസ്ട്രൽ സൈക്കിള് എത്ര ഓഫണായിട്ടാണ് സംഭവിക്കുന്നത്? ഒരു 28 മുതൽ 29 വരെ ദൈർഘ്യമുള്ള ചക്രങ്ങളായിട്ടാണ് ആർത്തവ ചക്രം ഉള്ളത്. അതിനെ 4 ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്, 4 സ്റ്റേജസ് ആയിട്ട് തിരിക്കുന്നുണ്ട്. ആദ്യത്തെ സ്റ്റേജിനെ പറയുന്ന പേരാണ് മെൻസ്ട്രുവൽ ഫേസ്. പിന്നെ വരുന്നു ഫോളിക്കുലാർ ഫേസ്, പിന്നെ ഓവുലേറ്ററി ഫേസ്, പിന്നീട് വരുന്നതാണ് ലൂട്ടിയൽ ഫേസ്. ഈ സമയത്ത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനിലെ 2 പാർട്ടാണ് ഇമ്പോർട്ടൻറ്റ്. ഓവറീസിലും ചേഞ്ചസ് നടക്കുന്നുണ്ട്, യൂട്രസിലും ചേഞ്ചസ് നടക്കുന്നുണ്ട്. ഇത് പലതരം ഹോർമോൺസിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. ഒന്ന് ഓവറിയിൽ ഉണ്ടാകുന്ന ഹോർമോൺസും, 2 നമ്മുടെ പിറ്റ്യൂട്ടറിയിൽ നിന്ന് സെക്രീറ്റ് ആകുന്ന ഗൊണാഡോട്രോപ്പിൻ ഹോർമോൺസിൻ്റെയും പ്രവർത്തനം കൊണ്ടാണ് ഈ ചേഞ്ചസ് എല്ലാം ശരീരത്തിൽ നടക്കുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ ഒരു ഓവം ഫാലോപ്പിയൻ ട്യൂബിൽ ഇരുന്നിട്ട് ഫെർട്ടിലൈസേഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് മെൻസ്ട്രൽ സൈക്കിൾ നടക്കുന്നത്. മെൻസ്ട്രൽ സൈക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫെർട്ടിലൈസേഷൻ്റെ ആബ്സെൻസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺ ക്രമാതീതമായി കുറയുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ എൻഡോമെട്രിയം വിട്ടുവരുന്നു. അതായത് പ്രൊജസ്ട്രോൺ ആണ് എൻഡോമെട്രിയത്തിനെ അവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്, ഈ പ്രഗ്നൻസി ഹോർമോൺ എന്ന് പറയും. അപ്പോൾ ഈ പ്രൊജസ്ട്രോൺ കുറയുന്നത് കൊണ്ട് തന്നെ ആ എൻഡോമെട്രിയൽ ലൈനിങ് ഷെഡ് ആവുന്നു, അതായത് വിട്ട് ആ ബ്ലഡ് വെസൽസും മ്യൂക്കസ് എല്ലാം കൂടി ബർത്ത് കനാലിൽ കൂടി പുറത്തേക്ക് വരുന്നു. ആ ഒരു ഫേസിനെ പറയുന്ന പേരാണ് മെൻസ്ട്രുവൽ ഫേസ്. അത് 1 മുതൽ 3 വരെ ദിവസങ്ങളാകാം, അല്ലെങ്കിൽ ചിലരിൽ 5 ദിവസമോ അതിൽ കൂടുതലുമാകും. ഒത്തിരി നീണ്ടുപോയി കഴിഞ്ഞാൽ ചികിത്സ ആവശ്യമാണ്. ഇനി അത് നടക്കുന്ന മെൻസ്ട്രുവൽ ഫേസിൻ്റെ സമയത്ത് നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ് തിന്നാവുകയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നീ 2 ഹോർമോണിൻ്റെ അളവും നമ്മുടെ ശരീരത്തിൽ കുറവായിരിക്കും. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഒരു ഗൊണാഡോട്രോപ്പിൻ റിലീസ് ചെയ്യും. ഗൊണാഡോട്രോപ്പിൻസ് എന്ന് പറയുന്നത് 2 തരം ഹോർമോണാണുള്ളത്, LH ആൻഡ് FSH. അപ്പോൾ നമുക്ക് 2 ടൈപ്പ് ഹോർമോൺസും പഠിക്കണം, ഒവേറിയൻ ഹോർമോൺസും പിറ്റ്യൂട്ടറി ഹോർമോൺസും. അപ്പോൾ പിറ്റ്യൂട്ടറി ഹോർമോൺസ് ഏതൊക്കെയാണ്? LHും FSHും. LH എന്ന് പറഞ്ഞാൽ ലൂട്ടിനൈസിങ് ഹോർമോൺ, FSH എന്ന് പറഞ്ഞാൽ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അതേപോലെ ഒവേറിയൻ ഹോർമോൺസ് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും. അപ്പോൾ ഈ ആദ്യത്തെ 5 ദിവസം അല്ലെങ്കിൽ ആ ബ്ലീഡിങ്ങിൻ്റെ സമയത്ത് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും കുറവാണ്. ആ സമയത്ത് എന്ത് സംഭവിക്കും? നമ്മുടെ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യും. ഈ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ നമ്മുടെ ഓവറിക്കകത്തുള്ള പ്രൈമറി ഫോളിക്കിളിൻ്റെ മെച്ചുറേഷനെ സഹായിക്കുന്നു. അപ്പോൾ പ്രൈമറി ഫോളിക്കിൾ എന്തായിട്ട് മാറും? സെക്കൻഡറി എന്തായിട്ട് മാറും? ടേർഷ്യറി ഫോളിക്കിൾ മെച്ചുവർ ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മാറും. അപ്പോൾ ഈ ഫോളിക്കിളിൻ്റെ ഡെവലപ്മെൻറ്റും അതിൻ്റെ സ്ട്രക്ചറൊക്കെ അറിയണമെങ്കിൽ എൻ്റെ കഴിഞ്ഞ വീഡിയോ, നമ്മുടെ ഊജനിസിസ് വീഡിയോ കണ്ടാൽ മതി. അത് നല്ലതായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ മെൻസ്ട്രൽ സൈക്കിൾ പഠിച്ചാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ FSHൻ്റെ എഫക്റ്റ് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഓവറിയിൽ ഫോളിക്കിളെല്ലാം രൂപാന്തരപ്പെട്ട് വരുന്നു. ആ സമയം നമ്മുടെ യൂട്രസിൽ എന്താ സംഭവിക്കുന്നത്? വീണ്ടും എൻഡോമെട്രിയം തിക്കായിട്ട് വരുന്നു. റീജനറേഷൻ ഓഫ് ദ അല്ലെങ്കിൽ പ്രോലിഫറേഷൻ ഓഫ് ദ എൻഡോമെട്രിയം വീണ്ടും തിക്കായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇത് ഏതുവരെ നീണ്ടു പോകുന്നുണ്ട്? ഏതാണ്ട് മിഡിൽ ഓഫ് ദ സൈക്കിൾ വരെ നീണ്ടു പോകുന്നുണ്ട്. ഇപ്പോൾ 28 ഡേ ഉള്ള സൈക്കിൾ ആണെങ്കിൽ 14ാമത്തെ ദിവസം വരെ ഇത് തുടർന്നു പോകും. ഇനി ഈ ഡെവലപ്പ് ചെയ്ത് വരുന്ന മെച്ചുറാവുന്ന ഫോളിക്കിള് ക്രമേണ ഈസ്ട്രജൻ സെക്രീറ്റ് ചെയ്ത് തുടങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ടും മിഡിൽ ആയിട്ട് വരുമ്പോഴേക്കും ഈസ്ട്രജൻ്റെ ലെവൽ കൂടി വരുന്നു. ഈ ഈസ്ട്രജൻ നമ്മുടെ LHനെ സെക്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഓക്കെ, അപ്പം നമ്മുടെ പ്രൊജസ്ട്രോണിൻ്റെ ലെവൽ കുറഞ്ഞിരുന്നപ്പോൾ ഏതാ സെക്രീറ്റ് ചെയ്ത്? FSH സെക്രീറ്റ് ചെയ്തു. ഇപ്പോൾ ഈസ്ട്രജൻ കൂടി വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ LHനെ സെക്രീറ്റ് ചെയ്യും. ഈ LHൻ്റെ റാപ്പിഡ് സെക്രീഷൻ സംഭവിക്കുന്നത് എക്സാക്ട്ലി മിഡിൽ ഓഫ് ദി സൈക്കിളാണ്. അത് നമ്മുടെ ഗ്രാഫിയൻ ഫോളിക്കിനെ റപ്ചർ ചെയ്യും. അപ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്യുന്ന ഭാഗത്ത് ആരിപ്പുണ്ട്? നമ്മുടെ സെക്കൻഡറി ഊസൈറ്റ് അല്ലേ. അപ്പോൾ സെക്കൻഡറി ഊസൈറ്റ് റിലീസ് ചെയ്ത് പുറത്ത് വരും. ആ ഒരു സ്റ്റേജിനെ പറയുന്ന പേരാണ് ഓവുലേറ്ററി ഫേസ്. നമ്മുടെ NCERTയിൽ ഓവുലേറ്ററി ഫേസ് സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്റ്റേജായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല, എങ്കിലും ഇത് നമുക്ക്
സ്റ്റേജ് ആയിട്ട് കണക്കാക്കാം. അപ്പോൾ ഏറ്റവും ഷോർട്ടസ്റ്റ് ഫേസ് വെച്ചാൽ ഓവുലേറ്ററി ഫേസ് ആണ്. അത് 14 മുതൽ 16 ദിവസം എന്ന് നമുക്ക് വിചാരിക്കാം. കാരണം ഒരു 28 ദിവസം സൈക്കിളുള്ള ഒരാൾക്ക് 14 ദിവസവും 30 ദിവസം ആണെങ്കിൽ അത് 15 ദിവസം, അങ്ങനെ ഒരു ചെറിയ വേരിയേഷൻ വരാം. അപ്പോൾ അതാണ് ഓവുലേറ്ററി ഫേസ്. അപ്പോൾ ഓവുലേറ്ററി ഫേസിലെ ഏറ്റവും ഹൈ ആയിട്ടുള്ള ഹോർമോൺ ഏതാണ്? LH. LHന്റെ റാപ്പിഡ് സർജ് കൊണ്ടാണ് എന്തുണ്ടാകുന്നത്? ഓവുലേഷൻ നടക്കുന്നത്. ഇനി ഓവുലേഷൻ നടന്നു കഴിയുമ്പോൾ ഈ ഓവം എങ്ങോട്ട് വരും? നമ്മുടെ ഫിംബ്രിയയിൽ നിന്ന് ഇൻഫെൻഡിബുലം വന്ന ആംബുലയിൽ വെയിറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ട്. ഇനി ആ സമയം നമ്മുടെ ഓവറിക്കകത്ത് എന്താ സംഭവിച്ചത്? ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ ഇതാണെങ്കിൽ അതിൽ നിന്നുള്ള സെക്കൻഡറി യൂസൈറ്റ് പുറത്തു പോയി ബാക്കി ആ ഫോളിക്കുലർ പാർട്ട് അവിടെ ഇല്ലേ, അങ്ങനെയുള്ള ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ അതൊരു യെല്ലോ കളർ സബ്സ്റ്റൻസ് ആയിട്ട് മാറും. അതിൻ്റെ പേരാണ് കോർപ്പസ് ലൂട്ടിയം. ഈ കോർപ്പസ് ലൂട്ടിയം ഒരു എൻഡോക്രൈൻ സ്ട്രക്ചറായിട്ട് ഫങ്ഷൻ ചെയ്യും. അതായത് അത് ഹോർമോൺ സെക്രീറ്റ് ചെയ്യാൻ തുടങ്ങും. ഏത് ഹോർമോണാണ് സെക്രീറ്റ് ചെയ്യുന്നത്? പ്രൊജസ്റ്ററോൺ. അപ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിള് സെക്കൻഡറി ഊസൈഡിനെ റിലീസ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം കോർപ്പസ് ലൂട്ടിയമായിട്ട് മാറും. അപ്പോൾ കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യും. ഏത് ദിവസങ്ങളിൽ? ഈ ഓവുലേഷനെ തുടർന്നുള്ള ദിവസങ്ങളിൽ. അപ്പോൾ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത് ഒരു പ്രഗ്നൻസി ഹോർമോൺ എന്ന് പറയാം. അത് എൻഡോമെട്രിയത്തിനെ ഇൻടാക്റ്റ് ആയിട്ട് വയ്ക്കും. ഒരു കാരണവശാലും എൻഡോമെട്രിയം താഴോട്ട് പോകരുത്. കാരണം എന്താ? നമ്മുടെ ഓവം പോയിട്ടുണ്ട്, ഫെർട്ടിലൈസേഷൻ നടക്കുമെന്നാണ് എക്സ്പെക്ടേഷൻ. അപ്പോൾ അത് നടന്നാൽ നമ്മുടെ സൈഗോണിന് വളരാൻ വേണ്ടിയിട്ട് എൻഡോമെട്രിയം വേണം. അപ്പോൾ അതങ്ങനെ ഇൻടാക്റ്റ് ആയിട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി ടുവേഴ്സ് ദി എൻഡ് ഓഫ് ദ മെൻസ്ട്രൽ സൈക്കിൾ വരുമ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? LHന്റെ സെക്രീഷൻ കുറയും. ആ LHന്റെ സെക്രീഷൻ കുറയുമ്പോൾ ഈ കോർപ്പസ് ലൂട്ടിയവും എന്ത് ചെയ്യുന്നു? ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുന്നു. ഈ കോർപ്പസ് ലൂട്ടിയം ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രൊജസ്റ്ററോണിൻ്റെ സെക്രീഷൻ നിന്നുപോകും. അപ്പോൾ പ്രൊജസ്റ്ററോൺ ഇല്ലെങ്കിൽ നമ്മുടെ എൻഡോമെട്രിയത്തിനെ പിടിച്ചു നിർത്താൻ ആരുമില്ല. അപ്പോൾ എൻഡോമെട്രിയം എന്ത് പറ്റും? കംസ് ഔട്ട് ത്രൂ ദ ബർത്ത് കനാൽ. അത് മാർക്സ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ നെക്സ്റ്റ് സൈക്കിൾ. അപ്പോൾ നമുക്ക് മനസ്സിലായി എൻഡോമെട്രിയത്തിൽ ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. വീണ്ടും ഫസ്റ്റ് ഡേ ആയി. ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഈസ്ട്രജൻ പ്രൊജസ്ട്രോണും ലെവൽ കുറവാണ്. അപ്പോൾ FSH വീണ്ടും ഫോളിക്കിളിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, നമ്മുടെ എൻഡോമെട്രിയത്തിനെ പ്രോലിഫറേറ്റ് ചെയ്യുന്നു. മിഡിൽ ഓഫ് ദി സൈക്കിൾ ഈസ്ട്രജൻ കൂടുന്നു, LH കൂടുന്നു. LHന്റെ സെക്രീഷൻ കൊണ്ട് ഓവുലേഷൻ നടക്കുന്നു. ഓവുലേഷനെ തുടർന്ന് കോർപ്പസ് ലൂട്ടിയം എന്തായിട്ട് മാറും? ഒരു എൻഡോക്രൈൻ ടിഷ്യൂ ആയിട്ട് മാറിയിട്ട് അത് പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യുന്നു. പ്രൊജസ്ട്രോൺ എൻഡോമെട്രിയത്തിന് അങ്ങനെ പിടിച്ചു വെക്കുന്നു. പക്ഷേ ടുവേഴ്സ് ദി എൻഡ് ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ മാത്രം കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു വെള്ള സ്ട്രക്ചർ, ഒരു കോർപ്പസ് ആൽബിക്കൻസ് ആയിട്ട് മാറും. അതോടെ പ്രൊജസ്ട്രോണിൻ്റെ സെക്രീഷൻ സ്റ്റോപ്പ് ആവുകയും പിന്നെ എൻഡോമെട്രിയത്തിനെ പിടിച്ചു നിർത്താൻ ആരുമില്ലാതെ എൻഡോമെട്രിയം പുറത്തു വരികയും ചെയ്യുന്നു. ഇതാണ് എൻറ്റയർ സൈക്കിൾ. നിങ്ങൾക്കിത് വ്യക്തമായി മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ബയോളജി മൈ പാഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്.